ശ്രീജിത്ത് സാർ നമസ്കാരം. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കാണുന്നത്. അതായത് കണ്ണൂരിലെ ശക്തനായ നേതാവായിട്ടുള്ള പി ജയരാജൻ ഇത്തവണയെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ജയരാജൻ ഇത്തവണയും സെക്രട്ടറിയിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ പത്മകുമാർ, തിരുവിതാംകൂറിൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെ സുകന്യ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും അതൃപ്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ പരോക്ഷമായിട്ടെങ്കിലും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പിണറായിയുടെ ഉപജാപക സംഘം അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും AK ബാലനെയും MM മണിയെയും പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ചില വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ CPM-നുള്ളിൽ ഒരു വലിയ പുകച്ചിൽ ഉണ്ടായിട്ടുണ്ടോ? പാർത്ഥൻ നമസ്കാരം. പാർത്ഥൻ, ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ CPM-ൽ ശ്രീ പിണറായി വിജയൻ എത്രത്തോളം ശക്തനാണ് എന്നതിനെക്കുറിച്ച് CPM-ന് നല്ല ബോധ്യമുണ്ട് എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പാർട്ടി എന്നാൽ പിണറായി വിജയനാണ് എന്ന്. അപ്പോൾ പലപ്പോഴും CPM-ൽ പല സമയത്തും ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ആദ്യ സമയങ്ങളിലെങ്കിലും സെക്രട്ടറിയായി ചുമതലയേറ്റ സമയത്തൊക്കെ തന്നെ ശ്രീ MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ മാധ്യമങ്ങൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് തന്നെ പിണറായി വിജയനെ ഒരുപക്ഷെ തിരുത്താൻ CPM-ൻ്റെ പുതിയ സെക്രട്ടറിക്ക് സാധിച്ചേക്കും എന്ന രീതിയിലാണ്. പക്ഷേ അവിടെ നിന്ന് പിന്നീട് ഒരു വ്യതിയാനം വന്ന് അവസാനം ശ്രീ പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ടുകാരൻ എന്ന രീതിയിലത്തേക്ക് ശ്രീ MV ഗോവിന്ദൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും കാണുന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം CPM ഇപ്പോൾ അവർ റിയാലിറ്റിയോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ്. അതായത് CPM എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് താല്പര്യമുള്ള, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് സ്ഥാനമില്ലാത്ത, അദ്ദേഹത്തിന് വ്യക്തിപരമായി കൂടി താല്പര്യമുള്ള ആൾക്കാരെ മാത്രം അതിൻ്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയും പാർട്ടിയുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ശ്രീ പിണറായി വിജയനുമായി വ്യക്തിപരമായി നല്ല ഇക്വേഷനിലല്ല എങ്കിൽ ഒരുപക്ഷെ കുറേയധികം ആൾക്കാർ തഴയപ്പെടുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയിലത്തേക്കാണ് ഇപ്പോൾ അവരുടെ സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുമ്പോൾ ഉള്ള പുനഃസംഘടന. ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് തഴയപ്പെട്ടിരിക്കുന്നത്, ഈ പല കമ്മിറ്റികളിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഒക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട പല ആൾക്കാർക്കും അത് നിഷേധിക്കപ്പെട്ട സാഹചര്യം, ഇതെല്ലാം തന്നെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയനെ 2 ടേം പൂർത്തിയാക്കി അദ്ദേഹം 3ാം ടേമിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയിൽ ഏറ്റവും വലിയ ബലവാനായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എതിർ സ്വരങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇല്ലാത്ത രീതിയിലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രമാദിത്വം ഇന്ന് പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് അധികമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ വിവിധ സമിതികൾ, അത് സംസ്ഥാന സമിതി ആയിക്കോട്ടെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ തന്നെ ആൾക്കാരുടെ സെലക്ഷൻ, അതിൽ നിന്നുള്ള ചില ആൾക്കാരുടെ കൊഴിഞ്ഞുപോക്ക്, ചില ആൾക്കാർ പ്രതീക്ഷിച്ചപ്പോൾ അതിലേക്ക് വരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിത്രമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ വളരെയധികം അംഗങ്ങളുള്ള സംസ്ഥാന സമിതിയിലാണെങ്കിൽ പോലും താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ പത്മകുമാർ എന്ന് പറയുന്ന CPM-ൻ്റെ വളരെ പഴയ നേതാവ്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ അലങ്കരിച്ചിരുന്ന ഒരു നേതാവ്, അദ്ദേഹം പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ അദ്ദേഹവുമായി ചർച്ച നടത്തി എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകളൊക്കെ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്രത്തോളം പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട്, പാർട്ടിയുടെ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് അകൽച്ചയിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം അദ്ദേഹം ഇട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് വിവാദമാകുന്ന സമയത്ത് അദ്ദേഹം അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം പിന്നീട് തന്നെ നൽകുന്ന പരസ്യ പ്രസ്താവനകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഈ ഒരു തീരുമാനം മൂലം താൻ എത്രത്തോളം അവഹേളിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയാതെ പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആദ്യം അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പി ജയരാജനെ പോലെ ഒരുപക്ഷെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കുറിയെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട, ദീർഘകാലമായിട്ട് 3 പതിറ്റാണ്ടോളമായിട്ട് സംസ്ഥാന സമിതിയിൽ പ്രവർത്തിക്കുന്ന വളരെ മുതിർന്ന ഒരു നേതാവ്, കണ്ണൂരിൽ ഒരുപക്ഷെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാക്കന്മാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ 1ാമതോ 2ാമതോ നിൽക്കാൻ സാധ്യതയുള്ള ഒരു നേതാവ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയുടെ പല കാര്യങ്ങൾക്കും ഊർജ്ജവും ആവേശവും ഒക്കെ നൽകിയിരിക്കുന്ന, സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് തന്നെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു നേതാവിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ലാതിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് 72 വയസ്സായിട്ടുണ്ട് എന്നാണ്. അടുത്ത സെക്രട്ടേറിയറ്റ് ഇനി തീരുമാനിക്കുന്നത് 3 വർഷം കഴിഞ്ഞിട്ടുള്ള സംസ്ഥാന സമ്മേളനമാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയാകും. നിലവിലുള്ള CPM-ൻ്റെ ഒരു നിയമാവലി പ്രകാരം അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലേക്ക് എത്താനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശ്രീ പി ജയരാജൻ
പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗം കണ്ണൂരിലെ സെക്രട്ടറി ആയിരുന്നയാൾ, എന്നാൽ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തപ്പെടാതെ പോയ ഒരു നേതാവ് എന്ന രീതിയിലേക്ക് അദ്ദേഹം ഒതുക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത കൂടുതൽ പ്രബലമാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ചില ഫീലറുകളൊക്കെ തന്നെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയിരുന്നു. അതായത് ശ്രീ ജയരാജനുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ കണ്ണൂർ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷെ വിഭാഗീയ പ്രവർത്തനം എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം, പാർട്ടിയുടെ രീതിക്കനുസരിച്ചല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടായിരിക്കാം. പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന മനു തോമസിൻ്റെ ഒരു കത്ത് വലിയ വിവാദമായിരുന്നു. ആ കത്ത് മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് നേതൃനിരയിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ മറുപടി പറയുന്ന സമയത്ത് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ അതിനെപ്പറ്റി പ്രത്യേകമായിട്ട് പരാമർശിച്ചു എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത വരെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ജയരാജനെതിരെ ഒരു കത്തുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും അത് സംസ്ഥാന നേതൃത്വത്തിന് അത് കിട്ടിയിട്ടുണ്ട് എന്നും അത് ഗൗരവമായി പഠിക്കുന്നുണ്ട്, എന്നിട്ടാണ് തീരുമാനമൊക്കെ എടുക്കുക എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒരു രീതിയിലത്തേക്കും അനുവദിക്കില്ല എന്ന ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പി ജയരാജനെ വെട്ടാനുള്ള മതിയായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ആരെയും തന്നെ നേതൃനിരയിലേക്ക് പരിഗണിക്കുന്നതല്ല എന്ന് ശ്രീ എം വി ഗോവിന്ദൻ്റെ അടക്കം പ്രസ്താവന വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭാഗീയ പ്രവർത്തനം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പി ജയരാജനാണെങ്കിലും ഏറ്റവും താഴത്തെ നിലയിലുള്ള നേതാവാണെങ്കിലും ഈ കാര്യത്തിൽ സംസ്ഥാനത്തെ നേതൃത്വത്തിന് ഒരേ സ്വരമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം. അവിടെ ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, അതായത് പി ജയരാജന്റെ മകൻ ഇന്നൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എം സ്വരാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയെ മുമ്പ് സ്വരാജ് ഇട്ടൊരു പോസ്റ്റ് അതേപടി എടുത്ത് ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വിധിയല്ലാതെ നിങ്ങൾ മറ്റേതെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു നിഷ്കളങ്കരെ എന്ന സ്വരാജിന്റെ ഒരു വിധിയാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഒരു പ്രതിഷേധമാണ് ഇദ്ദേഹം അറിയിച്ചത് എന്നാണ് നമുക്കെല്ലാം മനസ്സിലാവുന്നത്. അല്ല, നോക്കൂ, ഇതിൽ പ്രതിഷേധമാണെങ്കിൽ പോലും അത് പരോക്ഷമായി പ്രകടിപ്പിക്കാൻ മാത്രമേ ജയരാജൻ്റെ മകന് പോലും സാധിക്കുന്നുള്ളൂ. ജയരാജൻ്റെ മകൻ പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളല്ല. ജയരാജൻ്റെ ഭാഗത്തു നിന്ന് പരസ്യമായി ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ജയരാജൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണ്? എം സ്വരാജിൻ്റെ ഈ വാക്കുകളെ അദ്ദേഹം കടമെടുത്തിട്ട് അത് പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ കോണ്ടെക്സ്റ്റ് സൃഷ്ടിക്കാനായിട്ട് നോക്കുന്നത് ന്യൂസിലൻഡ് ക്രിക്കറ്റ് പഴയ ക്യാപ്റ്റനായിരുന്ന കെയ്ൻ വില്യംസിൻ്റെ പടം ഉപയോഗിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ കെയ്ൻ വില്യംസിന് ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്ന് പ്രത്യക്ഷത്തിൽ വരികയും പരോക്ഷമായിട്ട് അത് പി ജയരാജന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് വരുത്തുകയുമാണ്. എന്ന് വെച്ചാൽ ഇവിടെ വിമർശിക്കുന്ന ആൾക്കാർക്ക് പോലും നേരിട്ടൊരു വിമർശനം ഉന്നയിക്കാൻ ഉള്ള യാതൊരു വിധത്തിലുള്ള ഗ്രൗണ്ടുമില്ലാത്ത രീതിയിലത്തേക്ക് ശ്രീ പിണറായി വിജയന് വിധേയമായിട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകമെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും ഘടകമല്ല, ഇന്ത്യയിലെ CPM-നെ ഒറ്റ ഘടകമായിട്ട് കരുതിയാൽ ആ ഘടകം പിണറായി വിജയൻ്റെ വരുതിക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ യോഗ്യതയുടെ പേരിൽ, അർഹതയുടെ പേരിൽ, ഒരുപക്ഷെ ഇവരുടെ താത്വികമായിട്ടൊരു വിഷയത്തിനെ അവലോകനം ചെയ്യാനുള്ള കഴിവിൻ്റെ പേരിൽ നേതൃനിരയിലെ ഒരാളെ എത്താനുള്ള നേതൃപാടവം മുമ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള പല ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടേണ്ടുന്ന പല പേരുകളും സംസ്ഥാന സമിതിയിലോ സെക്രട്ടേറിയറ്റിലോ വന്നിട്ടില്ല. എന്നാൽ അതല്ലാതെ മറ്റുള്ള ചില പരിഗണനകളുടെ പേരിൽ ആൾക്കാരൊക്കെ തന്നെ കൃത്യമായിട്ട് അവിടെ എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ പത്മകുമാറിൻ്റെ വിമർശനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് താൻ സുദീർഘകാലമായിട്ട് പാർട്ടിയുടെ ഈ ജില്ലാ ഘടകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ താൻ സംസ്ഥാന സമിതിയിലേക്ക് വരാൻ സർവ്വതാ യോഗ്യനാണ് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അവിടെ നിന്ന് വന്നിരിക്കുന്നത് ആരാണ്? നമ്മളീ പറയുന്ന ഇവരുടെ ചില പ്രത്യേകമായിട്ട് വാക്കുകളുണ്ടല്ലോ, ഈ വർഗസമരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഏറ്റവും അടിത്തറയിൽ പ്രവർത്തിക്കുന്ന, സമരങ്ങളൊക്കെ നേതൃത്വം നൽകിയിരിക്കുന്ന, ഇങ്ങനെ പാർട്ടിയുടെ കോർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന, സമരമുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നതൊക്കെ തന്നെയാണ് നേതൃനിരയിലേക്ക് എത്താനുള്ള ഒരു എലിജിബിലിറ്റി, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നിരിക്കെ, അങ്ങനെ അല്ലാതെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന വീണ ജോർജിനെ പോലെ താരതമ്യേന വളരെ ചെറിയ പ്രവൃത്തി പരിചയം മാത്രമുള്ള, നേതൃനിരയിൽ വളരെ ചുരുങ്ങിയ പരിചയം മാത്രമുള്ള ഒരു നേതാവ് പ്രത്യേക ക്ഷണിതാവായിട്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ എത്തുന്ന സമയത്ത് ശ്രീ പത്മകുമാർ താൻ ഒതുക്കപ്പെട്ടു അല്ലെങ്കിൽ താൻ അവഹേളിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയുള്ള ആളാക്കി അദ്ദേഹത്തിനെ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അതിനെപ്പറ്റി പറയാനുള്ള ഒരു ആർജവം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ വലിയ ബോഡിയാണ് സെക്രട്ടേറിയറ്റ്. വളരെ ചുരുക്കമുള്ള ആൾക്കാർ മാത്രമാണ്. കാരണം 100ഓളം ആൾക്കാർ സംസ്ഥാന സമിതിയിൽ ഉണ്ട് എങ്കിൽ 20-ൽ താഴെ ആൾക്കാർ മാത്രമാണ്
സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത്. അപ്പോൾ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിലവിലുള്ളതിൽ തുടരുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശ്രീ പി ജയരാജന് എന്ത് അയോഗ്യതയാണുള്ളത് എന്നതിനെപ്പറ്റി വിശദീകരിക്കാൻ പോലും പാർട്ടി മെനക്കെടുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രസ്താവനകളുണ്ട്. അതായത് മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഒരാളിനെ പരിഗണിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള താല്പര്യമില്ലായ്മയെക്കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ അദ്ദേഹത്തിനെതിരെ ഒരു കത്ത് കിട്ടി എന്നതിൻ്റെ പേരിലല്ല. അങ്ങനെ കത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാളിനെ മാറ്റി നിർത്തുന്നത് എങ്കിൽ ഇവിടെ എത്ര ആൾക്കാരെ മാറ്റി നിർത്തണം? ഈ കത്തുകളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി തെളിവുകളോട് കൂടിയിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷമായിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ പേരിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് വീണ ജോർജ് ഈ കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട സമരത്തിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പൊസിഷൻ പാർട്ടിയുടെ പൊസിഷനൊക്കെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നിയമസഭയിൽ അടക്കം പറഞ്ഞിരിക്കുന്ന കണക്കുകൾ തെറ്റാണ് എന്ന് ആധികാരികമായി പുറത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി അവിടെ സൈറ്റ് ചെയ്യാം. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ള പ്രതിപക്ഷ ആരോപണം അവിടെയുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം തന്നെ വസ്തുതാ വിരുദ്ധമാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. സിക്കിമിലെ വേതനത്തിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം തെറ്റാണെന്ന് സിക്കിമിലെ ആശാവർക്കർമാരുടെ അസോസിയേഷൻ്റെ നേതൃനിരയിലുള്ള ആൾക്കാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കുറച്ചുകൂടി അവധാനതയോടുകൂടി ഇവർക്ക് പെരുമാറാമായിരുന്നു. CPM-ന് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കരുതായിരുന്നു, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കരുതായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വീണ ജോർജിനെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവായിട്ട് അവർ സംസ്ഥാന സമിതിയിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് എന്തൊക്കെ ന്യായവാദങ്ങൾ വേണമെങ്കിലും ഉയർത്താം. ഒപ്പം തങ്ങൾക്ക് അനഭിമതനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം. ഇപ്പോൾ പി ജയരാജൻ ഡിസർവ് ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതെല്ലാം രണ്ടാമത്തെ ഡിസ്കഷനാണ്. പക്ഷേ ജയരാജൻ നേതൃനിരയ്ക്ക് അനഭിമതനാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഒരു പക്ഷേ ജയരാജൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തിയിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കണ്ണൂർ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ ഈ കത്ത് കിട്ടിയിട്ടുണ്ട് എന്നും അത് ഗൗരവമായി പഠിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജയരാജൻ്റെ ഫെയ്റ്റ് സീൽ ചെയ്തതാണ്. അപ്പോൾ അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപക്ഷെ ജയരാജൻ ആ ഒരു അവസരം ഉണ്ടാകുമോ, അതോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആലങ്കാരികമായിട്ടാണെങ്കിലും കെയ്ൻ വില്യംസൻ്റെ അവസ്ഥ പോലെ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇനിയൊരു തിരിച്ചുവരവ് ഒരുപക്ഷെ അദ്ദേഹത്തിന് അപ്രാപ്യമായേക്കാം എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇത്തരം നേതാക്കന്മാർക്കൊന്നും CPM-ൽ പുതിയ അവസരങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഈ വയസ്സൊക്കെ നിർബന്ധമാക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് ഇളവ് കൊടുക്കും എന്നുള്ള രീതി തന്നെയാണ് നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. എന്തായാലും അത് ആ രീതിയിൽ തന്നെ പോകട്ടെ. ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. പാർത്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.